ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ പിടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുരുമുളക് ചേർക്കുന്നത് അതുകൊണ്ടാണ് 3 പച്ചമുളക് ചേർക്കുന്നത്. 2-3 ഇഞ്ചി ചെറിയ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി. പിന്നെ സ്പൈസിനെസ് ആയിട്ട് ഞാനിതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊടുക്കുന്നത് പച്ച കുരുമുളകാണ്. നിങ്ങളതിൽ അവൈലബിൾ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉണക്ക കുരുമുളകോ എന്തായാലും ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പച്ചക്കുരുമുളക് കിട്ടുന്ന അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നല്ല സ്പൈസിനെസ് ഇഷ്ടമാണെങ്കിൽ കുരുമുളകിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്: ചെറിയ ജീരകവും പെരുംജീരകവും. ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പെരുംജീരകം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പ് നല്ല പേസ്റ്റ് പോലെ വേണം. ഇത്ര ഇൻഗ്രീഡിയൻസ് ഈ അരപ്പിനുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് കളറും ചേർക്കുന്നുണ്ട്, ഉപ്പും ചേർക്കുന്നുണ്ട്. അത്ര തന്നെയുള്ളൂ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കുരുമുളകാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. പച്ചക്കുരുമുളക് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ഈ അരപ്പ് നമുക്ക് ബൗളിലേക്കൊന്ന് മാറ്റാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുരുമുളകിൻ്റെ ഫ്ലേവറായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള റെഡ് കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കയ്യിൽ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഫോട്ടോയ്ക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരും. ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അതിലും കുറവ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് പിന്നെ ചിക്കനിലേക്കും തേച്ചെടുക്കാമല്ലോ. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കാതാണ് ഈ ചിക്കൻ പൊള്ളിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് കളർ ആവശ്യമുണ്ട്. കാരണം കളർ കുറച്ച് കുറവായി തോന്നി, അതുകൊണ്ടാണ് കുറച്ച് കളർ എടുക്കുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കളറിൻ്റെ അളവൊന്ന് കുറക്കാം. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള വേഴ്സണല്ല കളർ ചേർക്കുന്നത്, അതുകൊണ്ടാണ്. നമുക്കിതിൽ മെയിൻ ഐറ്റമായിട്ടുള്ള ചിക്കൻ എടുത്ത് അതിലേക്ക് ഈ അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ എല്ലാ ഭാഗവും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിച്ചോളും. അത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ച് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്: എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ച് നേരം ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിരിക്കും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ അരപ്പ് പിടിപ്പിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ വെന്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആ പച്ച കുരുമുളകിൻ്റെ ഫ്ലേവർ തന്നെയായിരിക്കും. അത് തന്നെ എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അൽഫാമൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പി. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്.
ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ, ഫ്രീസറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് അത്ര ടൈമില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. എനിക്കിപ്പോൾ ടൈമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. നേരെ ഇത് പൊള്ളിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ കാണുന്നത് പോലെയാണ് പൊള്ളിച്ചെടുത്തിരിക്കുന്നത്. 2 കാലും കെട്ടിയിട്ടാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. തീ നല്ല പോലെ ഫയർ ആവണം, എന്നാലേ ഉള്ളൂ ഇത് നേരത്തിൽ വെന്ത് കിട്ടുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു കോംബോ ആയിട്ട് കുബൂസും മയോണൈസും തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും ട്രൈ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.